നമ്മൾ വൈറ്റ് സൈഡ് ആണ് ഇന്ന് കിട്ടിയേക്കുന്നത്. വൈറ്റ് സൈഡ് ആദ്യം തന്നെ d4 കളിച്ചു. ഇക്കോൺ പോൺ ഓപ്പണിംഗ് ആണ്. EQ കളിച്ചിട്ടുണ്ട്. Then knight f3, knight f6, e3, knight e4 കളിച്ചിട്ടുണ്ട്. നൈറ്റിനെ നടുക്കോട്ട് കൊണ്ടുവന്നു മാക്സിമം അറ്റാക്കിലേക്ക് കിടക്കുക കേട്ടോ. പുള്ളി ആദ്യം അധികം ടൈമില്ല കേട്ടോ, ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് തീർക്കണം. അവർക്ക് 51 സെക്കൻഡ്, നമുക്ക് 57 സെക്കൻഡും ആയി. ബിഷപ്പിനെ ഇറക്കിയിട്ടുണ്ട്. ബിഷപ്പ് c4, രണ്ടുപേരും അറ്റാക്കിലേക്ക് പോവുകയാണ്. ബിഷപ്പ് b4, ദെൻ കിങ് f1ലേക്ക് മാറ്റി. ബിഷപ്പിനെ കൊണ്ടൊന്നു അറ്റാക്ക് ചെയ്തു, ചെക്ക് വിളിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ കാസ്ലിംഗ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ കാസ്ലിംഗ് ചെയ്യാൻ പറ്റത്തില്ല, കൈവത്തം പറ്റി മാറിപ്പോയതാണ്. എന്തായാലും ഒരു മൂവ്മെൻറ്റ് വെറുതെ നഷ്ടപ്പെട്ടു. അതിന് പകരം വേറെ 2-3 മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നൈറ്റിനെ ഇറക്കായിരുന്നു, ബിഷപ്പിനെ ഇറക്കായിരുന്നു, അതുപോലെ ആളെ മുന്നോട്ടാക്കാമായിരുന്നു. അങ്ങനെ കുറേ അധികം മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അതൊന്നും നടത്തിയില്ല. കിങ്ങിനെ അങ്ങോട്ട് മാറ്റി കൊടുത്തു. നൈറ്റ് c6, നൈറ്റിനെ വീണ്ടും അടുത്ത നൈറ്റിനെ അറ്റാക്കിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. വന്ന് അറ്റാക്ക് ചെയ്ത് തോപ്പിക്കുന്ന ഒറ്റ ധാരണയിലാണ് പുള്ളിക്കാർ. c3, ഞാൻ c3 നീക്കി. ബിഷപ്പിനെ അവിടെ നിന്ന് ഓട്ടിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്നാൽ പണി കിട്ടും, നമ്മളെ കയറി കിട്ടും. ബിഷപ്പ് d6 മാറി, നൈസിന് ഓടി. വേറെ കളത്തിലൊക്കെ ഒന്നും മാറാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരോട്ട് പോകുന്നു. ഞാൻ അടുത്ത എൻ്റെ ലക്ഷ്യം നൈറ്റിനെ എടുക്കാനായിരുന്നു. ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ വേണ്ടി അറ്റാക്ക് ചെയ്തു. നൈറ്റിനെ എടുക്കണം. അപ്പോൾ നൈറ്റിനെ എടുക്കാൻ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അടുത്ത നൈറ്റിനെ കൂടെ ഇറക്കിയിട്ടുണ്ട്. അവരുടെ നൈറ്റിനെതിരെ രണ്ടാമത് അറ്റാക്ക്. അവരതൊന്നും മൈൻഡ് ചെയ്തില്ല, g5 നീക്കി. എന്തുകൊണ്ടാണ് g5 നീക്കിയെന്ന് അറിയാൻ വയ്യ, എന്തോ ട്രാപ്പുണ്ട്, അറിയാം, നോക്കാം. എന്തായാലും പുള്ളിയുടെ നൈറ്റിനെ കയറി ഞാൻ തോണ്ടി, നൈറ്റിനെ എടുത്തു. എൻ്റെ നൈറ്റിനെ തിരിച്ചെടുക്കും. അതുപോലെ തന്നെ എൻ്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്കും വന്നിട്ടുണ്ട്. നൈറ്റിനെ കൊണ്ട് ആ ആളെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ക്യൂൺ വന്ന് വെട്ടും, അതുകൊണ്ട് അത് വേണ്ട, മിസ്സാക്കണ്ട. നൈറ്റിനെ ഒന്ന് ഒതുക്കി സൈഡിലോട്ട് വെച്ചു. അടുത്തൊരു ചെക്ക് വിളിക്കാം. റൂക്കിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് ദെൻ ചെക്ക് പറഞ്ഞിട്ടുണ്ട്. ചെക്കിനെ മാറ്റിയിട്ടുണ്ട്. കിങ് e7ലേക്ക് മാറ്റി, ചെക്ക് മാറ്റി. ഓഹോ, നൈറ്റ് ക്യാപ്ചർ e4, അതൊരു നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ദെൻ റൂക്കിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. ഞാൻ അടുത്ത ചെക്ക് വിളിച്ചിട്ടുണ്ട്. കിങ് f8ലേക്ക് മാറി. എനിക്ക് വേണമെങ്കിൽ മന്ത്രി പോയി, മന്ത്രി എടുക്കാം. ഓ, ബ്ലണ്ടർ ആയിരുന്നു കേട്ടോ അത്. അതൊരു മണ്ടത്തരമായിരുന്നു. എൻ്റെ മന്ത്രി, ഞാൻ മന്ത്രി കണ്ടപാടെ പോയി ചെന്ന് അറ്റാക്ക് ചെയ്തതാണ്. മന്ത്രി എടുക്കാനുള്ള ചാൻസ് അവിടെ ഇല്ലായിരുന്നു, കാരണം അവരുടെ നൈറ്റ് അവിടെ ഉണ്ട്. നൈറ്റിൽ കൊണ്ട് മന്ത്രി എടുക്കും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പുറത്തൊരു മണ്ടനല്ല കളിക്കുന്നെങ്കിൽ എടുക്കും. മിസ്സാക്കി, കാരണം ടൈം പ്രഷർ ഉണ്ട് കേട്ടോ. ഇനി 6 സെക്കൻഡ് കൂടെ അവർക്കും എനിക്ക് 11 സെക്കൻഡ് കൂടെ ഉണ്ട്. വമ്പൻ ടൈം പ്രഷറാണ്. 1 മിനിറ്റ് കളിയാണ് ബേബി. നൈറ്റിനെ വെച്ച് എൻ്റെ ക്യൂവിനെ എടുക്കാമായിരുന്നു, പക്ഷെ എടുത്തില്ല. പെട്ടെന്ന് കിങ്ങിനെ മാറ്റിയാണ് ചെയ്യേണ്ടത്. കിങ്ങിനെ g7ലേക്ക് മാറ്റി. ഞാൻ വിടാൻ ഭാവമില്ല, വീണ്ടും പിറകെ പോയി അടുത്ത ചെക്ക് വിളിച്ചു. കിങ് h8ലേക്ക് വീണ്ടും മാറി. ഈ സമയം കൊണ്ട് എൻ്റെ ടൈം 6 സെക്കൻഡും പുള്ളിക്ക് 4 സെക്കൻഡ് ചുരുങ്ങിയിട്ടുണ്ട്. നൈറ്റിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുള്ള ബിഷപ്പിനെ കൊണ്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് വെറും 3 സെക്കൻഡേ ഉള്ളൂ, വെറും 3 സെക്കൻഡ്. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് കളി തീരും. പുള്ളിക്ക് 2 സെക്കൻഡ് മാത്രം. ദെൻ ബിഷപ്പ് d3, നെക്സ്റ്റ് മൂവ് ചെക്കായിരിക്കും കേട്ടോ. ചെക്ക്, പക്ഷേ ചെക്ക് മാറ്റാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ബട്ട് ടൈം ഔട്ടായി, ഞാൻ തോറ്റു. വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, മറ്റേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം. അപ്പം ബൈ, സീ യു.